أنت الآن ملزم أن لا تأكل ولا تشرب وتحاول أن توقف هذا اللسان. أنك توقفه أبدا ليس سهلا لدرجة. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ റമളാൻ്റെ വ്ളോഗും റമളാനെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കൽ ഓടുന്നതാണ്. അതിൻ്റെയൊക്കെ അതായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. റമളാന് നമ്മൾ ഭക്ഷണം കഴിക്കണം, റമളാൻ്റെ ഭക്ഷണം. അതേമാതിരിക്ക് നമ്മൾ പള്ളിയിൽ നിന്നാണ് പൊതുവെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാറ് റമളാന്. അപ്പോൾ പിന്നെ ഭക്ഷണം ഇവിടുന്ന് കിട്ടാറുണ്ട്, വീട്ടിൽ നിന്ന് കിട്ടും. പക്ഷേ വീട്ടിൽ നിന്ന് നമുക്ക് പറ്റിയ സെറ്റപ്പിലുള്ള ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് സമൂസ ഒക്കെ ഉണ്ടാവും, പക്ഷേ അത്ര വലിയ താല്പര്യമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം ഞങ്ങൾ ഏതായാലും അതിൻ്റെ മുന്നേ സമൂസ ഒക്കെ നമ്മളെ നാടൻ സമൂസ ഓക്കെയാണ്. പിന്നെ പൊറാട്ടി പത്തിരിയൊക്കെ ആയിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ കഴിയും. എന്താ വെച്ചാൽ പള്ളിക്കൊന്ന് കിട്ടണോണ്ട് പിന്നെ അങ്ങനത്തെ ഫുഡ് ഇന്ന് നമ്മൾ കഴിക്കണില്ല. ഇപ്പോൾ പൊറാട്ടി പത്തിരിയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് നോക്കും, ഇടയ്ക്ക് ഇവിടെ പള്ളിയിൽ നിന്ന് നോക്കും. അപ്പോൾ പള്ളിയിൽ എങ്ങനെയാണ് വിശേഷം നമുക്ക് കാണാം. പള്ളിക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് നമ്മളെ ചെടി കാര്യങ്ങൾ കണക്കാം. അത് റുമ്മാനാണ്. റുമ്മാനൊക്കെ ഉഷാറായിന്. ഇപ്പം വെള്ളം നനക്കാണ്. അവിടെ എന്തൊക്കെ എൻ്റെ ഇതൊക്കെ ഉണ്ട്, ഓരോ ചെടികൾ എന്തോ നാനൊക്കെ കുഴിച്ചിട്ടുണ്ട്. മിൻ്റൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ തെറ്റാണ്. അവിടെ തക്കാളി തൈയൊക്കെ തക്കാളി ഉണ്ടായിന്. ടെമ്പാട് തക്കാളി കുറേ തക്കാളി ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒക്കെ ഉണ്ട്. പൂച്ചയാണ് ഭയങ്കര. ഈ പൂച്ചയും പെരുസായി വന്നിട്ട് തക്കാളി വെള്ളം കാര്യങ്ങൾ കൊടുക്കണം. ഇവിടെ അങ്ങനെ കുറേ ചെടികളുണ്ട് കേട്ടോ. വണ്ടി കാര്യങ്ങൾ എടുത്തെടുത്ത് ഇവിടെ കുറേ മിൻറ്റ് കാര്യങ്ങൾ, മറ്റേ ചീര, നല്ല ചുവന്ന ചീര കാര്യങ്ങളൊക്കെ ഉണ്ട്. ചീര ഇൻഷാല്ല ഇപ്പോൾ പൊലച്ചൊക്കെ ഒരു ദിവസം പറിക്കണം. ഒന്ന് വിത്താവട്ടെ രക്ഷിട്ട്, വിത്തിനുള്ള വലിപ്പമാവട്ടെ, എന്നാലും വിത്തും കൂടി നമുക്ക് ഉപയോഗിക്കാന്നുള്ള ലെവലിലാണ് അപ്പോൾ ഇങ്ങനെ വെച്ച്. അതിന് ഒരു പൂവിട്ടാൽ അതിൻ്റെ ഉള്ളിലൊരു പൊടി കുരുകുരുവായിരിക്കണം. ആ കുരു ഒന്ന് സെറ്റാവട്ടെ രക്ഷിക്കുക. അതേപോലെ പൂട്ട് കഴിഞ്ഞാൽ അതിനൊരു കുരുകുരു ഉണ്ടാവും. പക്ഷെ ചീര പുഴുക്കളൊക്കെ നിന്നാണ് ചിലത്. ആ ഭാഗത്തൊക്കെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ദമ്മയിക്കുണ്ട്. അങ്ങനെയൊക്കെയാണ് കാരണം. ഇവിടെയൊക്കെ കുറേ ആളുകൾ നടക്കാനൊക്കെ ഇറങ്ങി. പിന്നെ എന്തൊരു പനയാണ് കാരണം കൊടുക്കുന്നത്. അതായത് മറ്റേ തെങ്ങ് പോലുള്ള ഷോക്ക്. ഇതിന്മേൽ തേങ്ങ ഒന്നും ഉണ്ടാവില്ല. ഈത്തപ്പഴം പോലെ, പക്ഷേ ഈത്തപ്പഴം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഷോക്കുള്ളൊരു മരം. നമ്മൾ പിന്നെ കാര്യമുള്ള സാധനമേ വെച്ചിട്ടുള്ളൂ. മറ്റേ എന്താണ് ലെമൂണ് എന്തൊക്കെ പായതാണോ അത് വെച്ചിട്ടിട്ട്. അല്ല ഇങ്ങനെയൊക്കെ കണ്ടാണ്ട് ഇങ്ങനെ രസം നമുക്ക് കണ്ട. ഇതിന്മേൽ തക്കാളി ഉണ്ട്. പക്ഷേ ഇവിടെ എന്ത് കുഴപ്പമെന്ന് വെച്ചാൽ തക്കാളിയൊക്കെ ഉണ്ടായിന്. ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ തക്കാളിയൊക്കെ ഉണ്ടായത്. ബാക്കിയൊക്കെ ഉള്ള ജന്തുക്കൾ തിന്ന് പോകുന്നു. ജന്തുക്കൾ വേണ്ടാത്തതുകൊണ്ട് വില കുറവാണ് ഇവിടെ. ആകെ 2 റിയാൽ 4 റിയാലൊക്കെ ഉണ്ടാവുന്നുണ്ട് ചില സമയത്ത്. റച്ചുണ്ട് കേട്ടോ തക്കാളി. നോക്കിയാൽ ഇവിടെയൊക്കെ തക്കാളി 1 2 3 4 8 5 6 7 8 ഉള്ളിലൊക്കെ ഉണ്ട് തക്കാളി. ചെറിയ തൈ. ഇവിടെ വലുത് 2 തക്കാളി ഉണ്ട്. അത് എൻ്റെ അയൽവാസിയാണ്. ഇവിടെ പള്ളിക്ക് വേണ്ടിയിട്ട് അസീർ വരണം. അവിടെ പള്ളിക്കുള്ള യാത്രയില്ല. അവിടെ ഫ്രണ്ട് ഭാഗം അതിലാണ് പള്ളിക്കുള്ള യഥാർത്ഥ വഴിച്ച്. പക്ഷെ അടിച്ചിട്ടുണ്ട്. റോഡാണ്. എന്തോ മറ്റേ ബലദിയൊക്കെ റോഡ് കുയ്യുത്തേ റോഡ് കുളക്കുക എന്തൊക്കെ പരിപാടിയാണ്. ഇവിടെ എന്തേലും ഗുൽമാലുണ്ടാവും എപ്പോഴും. ഇവിടെ അടിച്ചില്ലെങ്കിൽ അവിടെ അടക്കും. അങ്ങനെ പ്രശ്നമാണ്. ഒരു മാസം കുത്തിയിട്ട് പോലും തീരുന്നില്ല. ഒരു മാസം കഴിഞ്ഞ കുത്തല തുടങ്ങിയിട്ട് റോഡിന് പൈപ്പിടാൻ തുടങ്ങിയിട്ട്. പക്ഷേ പെർഫെക്റ്റ് വർക്കായി കാരണം അതാണെന്ന് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെച്ചത്. ഇനി ഇത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കയറാം. ആകെ റോഡ് ബ്ലോക്കായി കയറി കഴിഞ്ഞു. ഇപ്പോൾ മദർസ വെക്കേഷനിൽ തുടങ്ങിയാൽ മതി മറ്റിടത്തൊക്കെ. അല്ലെങ്കിൽ ആകെ റിസ്ക് ആയി കാരണം മദർസ പോകാൻ. മദർസ വെക്കേഷൻ ആകെ കഴിഞ്ഞിട്ടുള്ള റിസ്ക് ഉണ്ടാവും. എന്നാലും നമ്മുടെ പള്ളി ഈ പെട്രോൾ പമ്പ് പള്ളി കാര്യങ്ങളൊക്കെയാണ്. ഈ അസീറവിടെ കൊണ്ടെടുക്കണം. സമയമായിട്ടൊന്നുമില്ല. ഇന്ന് കുറച്ച് നേരത്തെ അല്ലെങ്കിൽ നേരെ വൈകി അവിടുത്തെ. അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പാണ്. 6 മണിയായിട്ടുള്ളൂ കേട്ടോ. 6 മണിയാകുമ്പോൾ ഈ കോലത്തിലാണ് ഇവിടെ സെറ്റപ്പ്. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും.
മാറാക്കെ ആയപ്പോത്തിന് ആകെ പതിറാണ്. ഇവിടെ നിറച്ച ആൾക്കാർ ഫുള്ള് നിറഞ്ഞിട്ടോ. സാധാരണ ഞങ്ങളൊക്കെ എല്ലാ നോമ്പിനും ഇവിടെ ഭയങ്കര നിറച്ച് ഫുഡ് ഉണ്ടാവില്ലേ. ഈ നോമ്പിനും ഫുഡുണ്ട്, അത്യാവശ്യം ആയി കഴിഞ്ഞിട്ടുണ്ട്, ആൾക്കാരുണ്ട്, ഫുഡ് നല്ലോണം ഉണ്ടാവും. ഒരു 10 റമദാനൊക്കെ ആകുമ്പോഴത്തേന് ഫുഡൊക്കെ സെറ്റ് ആയിക്കാരം. അപ്പോൾ ഇന്നൊക്കെ ആയിട്ട് കുറച്ച് കുറവുണ്ട്, എന്നാലും സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പോലെയാണ് ഇന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ കുഴപ്പമില്ല, അൽഹംദുലില്ലാ ഇത്രയെങ്കിലും ഫുഡ് കിട്ടുന്നുണ്ടല്ലോ. പല പള്ളിക്കാരും പല ആടുചോറൊക്കെ ഉണ്ടാവില്ലെന്ന് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും ചോറും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ കിട്ടുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. കായില്ലാത്ത ഇറച്ചിക്ക് എല്ലായിടത്തും ഉണ്ട്. ഇതവിടെ കൊണ്ടാണ്ട് റിയാലിന് വിറ്റാലോ നമുക്ക്. ഫ്ലാസ്ക് എടുത്തോണ്ട് തന്നെ റിയാലിന് വിറ്റാലോ. എന്താ കീസായിട്ട് കൊണ്ടുവിടുക നോക്കണ്ട. ഞാനും കഴിഞ്ഞ പ്രാവശ്യം റമദാന് കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റി പോയി. നോമ്പൊക്കെ തുറന്ന് ഇങ്ങനെ പോവാ. റോഡൊക്കെ ഭയങ്കര കാലിയാണ്. റോഡൊക്കെ 2 ഭാഗത്തുനിന്നും വണ്ടിയൊന്നും വരുന്നില്ല. നോമ്പ് ഇറക്കുന്ന സമയമാണ്. പിന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ തിരക്ക് കമ്മിയൊക്കെ ഉണ്ട്. റോട്ടിലൊന്നും ആളില്ല. കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് തുടങ്ങും കേട്ടോ. വമ്പൻ തിരക്കേക്കാരം. അതായത് ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പോഴത്തേന് നല്ല തിരക്കാവും റോഡ്. കാരണം എല്ലാവരും പുറത്തിറങ്ങി. രാത്രി 10 മണിയാകുമ്പോൾ നമ്മളെ പകൽ സമയം ഫുൾ സജീവമാവും ഇവിടെ. നോമ്പ് ഇറക്കുമ്പോൾ റോഡ് ഫുൾ കാലിക്കാരം. നോമ്പ് ഇറക്കാൻ നേരത്തെ ഒരു പാച്ചിലുണ്ടാവും, കഴിഞ്ഞാൽ ഫുള്ള് കാലിക്കാരം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളെ നടത്തം ഒരു മരുഭൂമി കൂടെയാണ്. മരുഭൂമി എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്ഥലം. ഒരു വള്ളം, ഇത് പഴയ കടൽ ഏരിയ എന്നൊക്കെ പറയുന്നത് കേട്ടണേ. അത് മണ്ണിട്ട് മൂടിയതോ കഴിഞ്ഞ് കടലിറങ്ങിപ്പോയതോ ഒന്നും അറിയില്ല, ചരിത്രം അറിയില്ല. ഇതിൻ്റെ അടിയിൽ ശംഖ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ അടിയിൽ വെള്ളമൊക്കെ നിന്ന് ഇനിയിപ്പോൾ മണ്ണിട്ടാണ്ട് തൂർത്തപ്പം വെള്ളം ഇങ്ങനെ പൊങ്ങിക്കല്ലേ ചില സമയത്തൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.